അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ലോൺ ആപ്പിനെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ്. നിതിൻ രാജിനെ ഭീഷണിപ്പെടുത്തിയും മാനസികമായി പീഡിപ്പിച്ചും തിരിച്ചടവിന് പ്രേരിപ്പിച്ചു എന്നതാണ് FIRൽ പറയുന്നത്. ഇതിനിടെ ആരോഗ്യ സർവകലാശാല അന്വേഷണ സമിതി കോളേജിലെത്തി വിദ്യാർത്ഥികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും മൊഴിയെടുത്തു. ആരോപണ വിധേയരായ അധ്യാപകർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. ഡോക്ടർ റാമും ഡോക്ടർ സംഗീതയുമാണ് തലശ്ശേരി സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. ഇൻസ്റ്റാപേ എന്ന ലോൺ ആപ്പ് കമ്പനിക്കെതിരെയാണ് ഇപ്പോൾ ചക്കരക്കല്ല് പോലീസ് കേസെടുത്തിട്ടുള്ളത്. നിതിനെ നിരന്തരമായി മാനസികമായി പീഡിപ്പിച്ചു എന്നാണ് FIRൽ പറയുന്നത്. ചക്കരക്കല്ല് പോലീസ് സ്വമേധയാണ് ഈ കേസെടുത്തിട്ടുള്ളത്. അതായത് നിതിൻ മരിക്കുന്നത് 10-ാം തീയതിയാണ്. 9-ാം തീയതി നിതിൻ്റെ ഫോണിൽ മാത്രം 98 കോളുകളും അതുപോലെ തന്നെ സന്ദേശങ്ങളുമാണ് ഈ കമ്പനി അധികൃതരിൽ നിന്നും വന്നത്. അങ്ങനെ വലിയ ഭീഷണി ഈ ഒരു കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് നേരത്തെ തന്നെ പോലീസ് കണ്ടെത്തിയിരുന്നു. അതായത് 15,000 രൂപയാണ് നിതിൻ ഇതിൽ നിന്നും വായ്പയായി എടുത്തത്. 36% പലിശയായിരുന്നു ഈടാക്കിയിരുന്നത്. ഫെബ്രുവരി മാസം ആദ്യവാരമാണ് ഈ ഒരു പണം നിതിൻ ഈ ആപ്പിൽ നിന്നും എടുത്തിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ നിതിൻ്റെ അധ്യാപിക ലതാ ശശിധരനും നേരത്തെ ഇത് സംബന്ധിച്ച് ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട പരാതി സൈബർ പോലീസിൽ നൽകിയിരുന്നു. അതിൻ്റെ ഒരു സംഭവത്തിലും പോലീസ് കേസെടുക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ ലോൺ ആപ്പ് കമ്പനിക്ക് അധികൃതർക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത്. എന്തായാലും പോലീസിൻ്റെ അന്വേഷണം അന്തിമ ഘട്ടത്തിലെത്തി നിൽക്കുന്നു. ഇതിൽ കൃത്യമായ കാര്യങ്ങൾ എന്താണ് നിതിൻ ഇത്തരത്തിൽ ജീവനൊടുക്കാൻ ഇടയായ സാഹചര്യം എന്നത് സംബന്ധിച്ച് പോലീസിന് ഇതിനോടകം തന്നെ വ്യക്തത വന്നിട്ടുണ്ട്. ഏതായാലും ഈ അധ്യാപകൻ റാമിൽ നിന്നും വലിയ തോതിലുള്ള മാനസിക പീഡനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അതോടൊപ്പം മൊബൈൽ ആപ്പ് കമ്പനി അധികൃതരിൽ നിന്നുള്ള നിരന്തര ഭീഷണി, ഇതെല്ലാം കൂടി ആണ് ഈ നിതിൻ ഇത്തരത്തിൽ ഒരു ആത്മഹത്യ ചെയ്യാൻ ഇടയാക്കിയ കാരണമെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതോടൊപ്പം ഏറ്റവും അവസാനമായി ഈ പ്രിൻസിപ്പലിൻ്റെ മുറിയിൽ നിന്ന് നടന്ന ആ ചർച്ച, അതിൻ്റെ CCTV ദൃശ്യങ്ങളും നിർണായക ദൃശ്യങ്ങളും പോലീസ് നേരത്തെ തന്നെ ശേഖരിച്ചിരുന്നു. ഇതിൽ നിന്നെല്ലാം മൊത്തത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ഒരു അന്തിമ നിഗമനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് നാളെ ഒരു പക്ഷേ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജിൻ്റെ വിശദമായ വാർത്താ സമ്മേളനം ഉണ്ടാവും. ആ വാർത്താ സമ്മേളനത്തിലായിരിക്കും ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിടുക. തീർച്ചയായും എന്തായാലും വളരെ ദുരൂഹതകൾ ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു. നാളെ സിറ്റി പോലീസ് കമ്മീഷണർ വാർത്താ സമ്മേളനം നടത്താനുള്ള സാധ്യതയാണ് KV ബൈജു ചൂണ്ടിക്കാട്ടുന്നത്. അതിൽ ഇതുവരെയുള്ള കേസന്വേഷണവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിശദാംശങ്ങൾ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും കുടുംബത്തെ സംബന്ധിച്ച് വലിയ ആശങ്കകളും അവർ വലിയ ദുരൂഹതയും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്ന ആരോപണം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ വ്യക്തത വരുമോ എന്ന് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.